ഹേ ഗായ്സ്, ഇന്നെൻ്റെ ആദ്യത്തെ ദിവസമാണ് ഹോസ്റ്റലിൽ. ഇന്നെന്ന് വെച്ചാൽ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഫസ്റ്റ് ഡേ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഞാൻ ഇപ്പോഴാണ് ഇത് എഡിറ്റ് ചെയ്യണത്. കാരണം എനിക്ക് ക്ലാസ്സൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കിത് എഡിറ്റ് ചെയ്യാനൊന്നും ടൈം കിട്ടിയില്ല. പിന്നെ ഹോസ്റ്റലിൽ റൂമിൽ വെച്ച് എഡിറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ എല്ലാവരുടെയും ബഹളവും കച്ചറ കാണിക്കലും എല്ലാം കൂടി ഇത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. സത്യം പറഞ്ഞാൽ ഞാനിത് എഡിറ്റ് ചെയ്യുമ്പോഴും വീഡിയോയിലും ചിരിച്ചുകൊണ്ട് നിൽക്കണമെങ്കിലും എൻ്റെ അമ്മ എന്നെ ഇവിടെ ആക്കിയിട്ട് ഇപ്പോൾ കരഞ്ഞിട്ടാണ് പോയത്. അതുകൊണ്ട് ആ ഒരു വിഷമം എല്ലാം ഞാൻ മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ എല്ലാ സാധനങ്ങളും എടുത്ത് അടുക്കി പറക്കി വെക്കണത്. ഞാൻ കുറേ സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് പാഴ്സൽ അയച്ചിട്ട് ബാക്കി കുറച്ച് സാധനങ്ങൾ മാത്രമാണ് ഞാൻ കയ്യിൽ കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ പെട്ടികളെല്ലാം പൊട്ടിച്ച് കുറേ സാധനങ്ങൾ എനിക്ക് എടുത്ത് വെക്കാനുണ്ടായിരുന്നു. ഏകദേശം 1 മണിക്കൂർ അടുപ്പിച്ച് ഞാനിതെല്ലാം എടുത്ത് വെച്ചത്. പിന്നെ എൻ്റെ റൂമിലുള്ള എല്ലാവരും അന്നേരം ക്ലാസ്സിലായിരുന്നു. ഞാൻ മാത്രമേ ആ റൂമിലുണ്ടായുള്ളൂ. എൻ്റെ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ട് ഇരുന്ന് കുളിച്ചിട്ട് വന്നപ്പോഴത്തേക്കും എല്ലാവരും വന്നു. അന്ന് എൻ്റെ റൂമിൽ പാലക്കാട് നിന്നുള്ള ഒരു മലയാളി സ്റ്റുഡൻറ്റും 2 തമിഴ് സ്റ്റുഡൻസും ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം ഞങ്ങളുടെ റൂമിലേക്ക് 2 മലയാളി സ്റ്റുഡൻറ്റും കൂടെ വന്ന്, ഒരാൾ ട്രിവാൻഡ്രത്തുനിന്നും ഒരാൾ മലപ്പുറത്തുനിന്നും. ഞാൻ വന്ന ഡേ തന്നെ അനുവായിട്ട് നല്ല കൂട്ടായി പാലക്കാട് നിന്നുള്ളത്. പിന്നെ കുറച്ച് തമിഴും പഠിച്ചു. ഞങ്ങളുടെ റൂമിൽ 2 തമിഴ് സ്റ്റുഡൻസ് ഇല്ലേ, അവരായിട്ട് ഞാൻ നല്ല കൂട്ടായി, നല്ല കമ്പനി. കുറച്ച് തമിഴ് പഠിച്ചു, അവരും കുറച്ച് മലയാളം പഠിച്ചു. പിന്നെ ഞാൻ വന്നതിൻ്റെ പിറ്റേന്ന് തന്നെ ക്ലാസ്സിൽ കയറി തുടങ്ങി. പക്ഷേ എനിക്ക് ക്ലാസ് ഒന്നും മനസ്സിലായില്ല. കാരണം എനിക്ക് ആ ടൈമിൽ ഞാൻ തമിഴ് പഠിച്ച് വരണേ ഉള്ളൂ. തമിഴും ഇംഗ്ലീഷും ഒക്കെ മിക്സ് ചെയ്ത് പറയുമ്പോൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കാരണം നമ്മുടെ പ്രൊണൗൺസിയേഷൻ അല്ല ഇവരുടെ പ്രൊണൗൺസിയേഷൻ. പിന്നെ അനു പാലക്കാടായതുകൊണ്ട് തന്നെ അവൾക്ക് കുറച്ചൊക്കെ തമിഴ് അറിയാം. അപ്പോൾ ഞാൻ ക്ലാസ്സിലിരുന്ന് അവളടുത്താണ് ഡൗട്ട് ചോദിക്കാറ്. അത് ഇപ്പം എന്താടി സാറ് പറഞ്ഞത്, ഇപ്പം എന്താണ് മാം പറഞ്ഞത്, അങ്ങനെ. പിന്നെ ഞാൻ കുറച്ചൊക്കെ തമിഴ് പഠിച്ചു. എന്നാലും അത്രയ്ക്ക് അങ്ങോട്ട് പഠിച്ചിട്ടില്ല. ഇനിയും കുറേ പോരായ്മകളൊക്കെ ഉണ്ട്. ക്ലാസ്സിലുള്ള കുറേ തമിഴ് സ്റ്റുഡൻസിനോട് സംസാരിച്ച് ഇപ്പോൾ കുറച്ചൊക്കെ തമിഴ് പഠിച്ചു. അതുമാത്രമല്ല, ഇവിടെയുള്ള തമിഴ് സ്റ്റുഡൻസിനൊക്കെ എൻ്റെ ക്ലാസ്സിൽ ആദ്യമായിട്ട് വന്നവരൊക്കെ എൻ്റെ അടുത്ത് എന്നെയും അനുവിനെയും കാണുമ്പോഴൊക്കെ ഭയങ്കര കൗതുകമായിരുന്നു. അതുമാത്രമല്ല, അവർക്ക് ഭയങ്കര ഇന്നസെൻ്റായിരുന്നു. കേരളത്തിലുള്ളവരൊക്കെ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ച് കുറേ സംശയങ്ങളൊക്കെ ചോദിച്ചു. മലയാളത്തിൽ എന്നെക്കൊണ്ട് അവരുടെ പേര് എഴുതിപ്പിച്ചു. അങ്ങനെ കുറേ എക്സ്പീരിയൻസ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ തമിഴ് സ്റ്റുഡൻസിനെയൊക്കെ, എൻ്റെ ക്ലാസ്സിലുള്ള സ്റ്റുഡൻസിനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവർക്ക് ഭയങ്കര ഇന്നസെൻ്റായിരുന്നു. പിന്നെ കോളേജും ഹോസ്റ്റലുമായിട്ടൊക്കെ ഞാൻ പൊരുത്തപ്പെട്ട് വരാൻ ഒരു 2 ഡേയ്സൊക്കെ എടുത്തു. പിന്നെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു, ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഞാൻ വന്നതിന് ശേഷമാണ് ഞങ്ങളുടെ റൂമിലുള്ള ട്രിവാൻഡ്രത്തുള്ള സ്റ്റുഡൻറ്റും മലപ്പുറത്തുള്ള സ്റ്റുഡൻറ്റും വന്നത്. പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ 2 ദിവസം ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ ഞാൻ അമ്മേനെയൊക്കെ വിഷമിച്ച് ഓർത്ത് കരഞ്ഞപ്പോഴൊക്കെ എൻ്റെ റൂമിൽ ഞാനാണ് ഏറ്റവും മൂത്തത്. എനിക്കാണ് 19 വയസ്സുള്ളത്. ബാക്കിയുള്ള 3 പേർക്ക് 17ഉം ബാക്കി 2 പേർക്ക് 18 വയസ്സുള്ളൂ. അപ്പോൾ എനിക്കാണ് അതിൽ 19 വയസ്സ്. അപ്പോൾ എന്നെ എല്ലാവരും കളിയാക്കി, നീയല്ലേ ഇത്രയും മൂത്തത്, എന്നിട്ട് നീ എന്താ ഇങ്ങനെ കരയണേന്നൊക്കെ ചോദിച്ച്. ഞാൻ കരഞ്ഞപ്പോൾ തന്നെ എല്ലാവരും വന്ന് ഓക്കെ ആക്കി. പിന്നെ കുഴപ്പമില്ലാണ്ടായി. ഹോസ്റ്റലും ക്ലാസ്സൊക്കെ ആയിട്ട് പൊരുത്തപ്പെട്ടു, റൂമായിട്ട് പൊരുത്തപ്പെട്ടു, സീനിയർ ചേച്ചിമാരൊക്കെ ആയിട്ട് നല്ല കൂട്ടായി. അങ്ങനെ ഇപ്പോൾ എനിക്ക് കുറേയൊക്കെ ഓക്കെയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.